ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് പറയാൻ പോണത്, ശ്യാം അങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മുടെ എനിക്കയും ശ്രുതിയും കൂടി രഹസ്യമായിട്ട് റൂമിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പം തന്നെ ശ്യാമിന് ഡൗട്ട് തോന്നുന്നു കേട്ടോ. ശ്യാം അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ശ്രുതിയും എനിക്കും കൂടി പരസ്പരം മനസ്സിൽ പറയുന്നുണ്ട്, ഇത് സിറ്റിയിൽ നിന്ന് കുറച്ച് പുറകോട്ടുള്ള ഒരു സ്ഥലമാണ്, നമുക്ക് ഇപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് പോവാം എന്ന് പറയണം. അങ്ങനെ എനിക്കും ശ്രുതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശ്യാം ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എങ്ങോട്ടേക്കാണ് പോണത്? അതോ എനിക്ക് ചേട്ടൻ്റെ അമ്മയും അച്ഛനും വരുന്നുണ്ട് അത്രേ, അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാനായിട്ട് പോകുക. ഓ അങ്ങനെയാണോ, ശരി ശരി എന്നാൽ പോയിട്ട് വാ എന്ന് പറയാണ്. ശരി ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. ശ്യാമിന് നല്ല ഡൗട്ടുണ്ട്. ശ്യാം അപ്പം തന്നെ ശ്രുതിയുടെ റൂമിലേക്ക് കയറുകയാണ്. ശേഷം ശ്രുതിയുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കേണ്ടേ, അല്ല നിങ്ങളിത് എവിടേക്കാണ് പോണത്? അതോ എനിക്ക് അമ്മക്കോ അമ്മായിക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് മുത്തശ്ശി, അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാ. ശരി പോയിട്ട് വാ എന്ന് മുത്തശ്ശിയും പറയാണ്. ശ്യാം ആ സമയം റൂമിലേക്ക് കയറുകയാണ്. അവിടെ ശ്യാമിന് പല സംശയങ്ങളും വരുന്നുണ്ട്. ശ്യാം നോക്കുമ്പോഴേക്കും അവിടെ ആ ഫയൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഫയൽ തുറന്ന് നോക്കുമ്പോൾ ശ്യാം ഞെട്ടിപ്പോകുകയാണ്. അതിൽ ശ്രുതി ഒപ്പിടിപ്പിച്ച മുദ്രപത്രങ്ങളെല്ലാം തന്നെയുണ്ട്. ശ്യാമിനെ കാര്യം മനസ്സിലായി. ശ്യാമിന് ശ്രുതി നൈസായിട്ട് ചതിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. ശേഷം ശ്യാം ആ ഫയലെടുത്ത് വലിച്ചിടേണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലോക്കറ്റ് നിലത്തേക്ക് വീഴുവാണ്. ശ്യാമിൻ്റെ ലോക്കറ്റ് കേട്ടോ. ആഹോ, അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു ശ്രുതികുമാരി ലക്ഷ്മി, നീ നന്നായിട്ട് അഭിനയിച്ചു എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് കോൾ എടുത്തിട്ട് അതിൽ ലാസ്റ്റ് നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയാണ്. അതായത് ആ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ കാണത്തില്ല, പക്ഷേ ലാസ്റ്റ് ഡയൽ ചെയ്ത് നമ്പർക്ക് അറിയാം, അങ്ങനെ വിളിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ശ്യാം ആ ഫോൺ എടുത്തിട്ട് ലാസ്റ്റ് ഡയൽ ചെയ്ത് നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിളിക്കുമ്പോഴേക്കും ആ ഒരു റെസ്റ്റോറൻറ്റുകാരാണ് ഫോൺ എടുക്കുന്നത്. ഹലോ, ഇന്ന റെസ്റ്റോറൻ്റാണെന്ന് പറയുമ്പോൾ ശ്യാം ചോദിക്കേണ്ടത് ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഇന്ന സ്ഥലത്താണെന്ന് പറയും. അതായത് സിറ്റിക്ക് കുറച്ച് പുറത്തുള്ളൊരു സ്ഥലമാണ്. ശ്യാമിന് ഏകദേശം കാര്യം മനസ്സിലായി. ശ്യാം അപ്പം തന്നെ ആ ഗുണ്ടേനെ വിളിക്കുന്നുണ്ട്. എടാ, നീ പതിവായിട്ട് ആ അശ്വിൻ സാരമിനെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഏത് കടയിൽ നിന്നാടാ? അത് ഇവിടെ അടുത്തുനിന്നുള്ളൊരു കടയിൽ തന്നെയാണ്. ആ കടക്ക് പേരില്ലേ, ആ സ്ഥലത്തിൻ്റെ പേരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ആ കടയുടെ പേര് പറയുന്നുണ്ട്, നല്ല സൂപ്പർ ഫുഡാണ്. എന്താ സാറിന് ആഗ്രഹമുണ്ടോ കഴിക്കണമെന്ന്? സാറ് വാ, ഞാൻ വാങ്ങിച്ചുതരാം. ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്യാം ഫോൺ വെക്കാണ്. ശ്രുതികുമാരി ലക്ഷ്മി, നീ നന്നായിട്ട് തകർത്ത് അഭിനയിച്ചു, എന്നെ നീ ഒരു പൊട്ടനാക്കിയല്ലേ, നീ ഇതിനെ വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില എന്ന് പറഞ്ഞിട്ട് ശ്യാം പെട്ടെന്നൊരു മാതിരി വിറവൽ വന്ന പോലെ ആ ഗുണ്ടേനെ വീണ്ടും വിളിക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ പറയണത് നീ ശ്രദ്ധിച്ചു കേൾക്കണം, കേട്ടല്ലോ? ആ സർ ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതെ, നീയും ആ 2-3 പേരെ കൂടി കൂട്ടിക്കോ, എന്നിട്ട് കുറച്ച് പെട്രോളൊക്കെ ഒഴിച്ച് ആ സ്ഥലം അശ്വിൻ സാറാം കിടക്കുന്ന ആ ബിൽഡിംഗ് കത്തി നശിപ്പിക്കണം. അശ്വിൻ സാറാം കത്തി നശിക്കണം, പക്ഷേ പുറത്തു നിന്നൊരാൾ നോക്കുമ്പോൾ അതൊരു അപകട മരണമായിട്ട് തോന്നാൻ പാടുള്ളൂ, മനസ്സിലായോ? എനിക്ക് നിൻ്റെ കോള് വരേണ്ടത് അശ്വിൻ സാറാം കരിഞ്ഞമർന്ന് കിടക്കുന്ന അശ്വിൻ സാറാം കരിഞ്ഞമർന്ന് കിടക്കുന്നു എന്ന് പറയാൻ വേണ്ടി വേണം നീ എന്നെ വിളിക്കാനായിട്ട്, കേട്ടാടാ മരമണ്ട എന്ന് പറയുമ്പോൾ ശരി സർ, ഞാൻ കേട്ടു സർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ് ആ ഗുണ്ട. ശേഷം മറ്റു ഗുണ്ടകൾക്ക് പറയുന്നുണ്ട്, അതെ ബോസ് ഇപ്പോൾ വിളിച്ചിരുന്നോ, ഈ സ്ഥലം എത്രയും പെട്ടെന്ന് നശിപ്പിക്കണമെന്നാണ് ബോസ് പറഞ്ഞത്. അതെങ്ങനെയാണ്? അത് പെട്രോൾ ഒഴിച്ചെങ്ങനെ നശിപ്പിക്കാം എന്ന് പറയാണ്. പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് ഈ അശ്വിനെ ചെറിയൊരു കുഴി പോലത്തെ അത് ചെറിയൊരു ഉള്ളിലേക്ക് ഇടാണ്. എന്നിട്ട് അവിടെ ഫുള്ളും പെട്രോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കണം കേട്ടോ. അങ്ങനെ ശ്യാമും എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ തപ്പിയിട്ട് ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഈ ബില്ലിലുള്ള സാധനം വാങ്ങിച്ചത് എവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ ആ കടലിൽ ചെറിയൊരു പയ്യനാട്ടോ നിൽക്കുന്നത്. അവൻ പറയും 2 സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യം ചെയ്യാം ശ്രുതി, ഞാൻ ഇവിടെയുള്ള സ്ഥലത്തേക്ക് പോവാം, നീ ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവൻ പറഞ്ഞ 2ാമത്തെ സ്ഥലത്തേക്ക് പോകാൻ പറയും. അങ്ങനെ ശ്രുതിയും ആ കുട്ടിയും കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്ത് ആ കുട്ടി, അതായത് ആ സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു മതിൽക്കെട്ടല്ല, ഒരു കമ്പി വേലി കൊണ്ട് കെട്ടിയേക്കുന്നൊരു സ്ഥലമാട്ടോ. അപ്പോൾ കമ്പി വേലിയുടെ അടുത്തെത്തുമ്പോഴേക്കും ആ കുട്ടി പറയുന്നുണ്ട്, അതേ ചേച്ചി ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അവർ സമ്മതിക്കില്ല, ഞാൻ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് നിൽക്കാറ്, ഞാൻ കൈകൊട്ടി വിളിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. ഓഹോ, അപ്പോൾ അകത്ത് കയറാൻ പറ്റില്ലല്ലേ? ഇല്ല ചേച്ചി, എന്നാൽ ഞാൻ ഇവിടെ എത്തിച്ചില്ല, എന്തിനാ പോയിക്കോട്ടെ, ശരിയിടാ താങ്ക് യു എന്ന് ശ്രുതി പറയാണ്. എന്നിട്ട് ശ്രുതി പതുക്കെ അതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ കിടക്കുവാട്ടോ. ശ്രുതി നോക്കുമ്പോൾ ഈ ഗുണ്ടകളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഈ ബിൽഡിംഗ് കത്തിക്കണം എന്ന് പറയണം. അതിലുള്ള ക്യാൻവാസൊക്കെ ഇവിടെ അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 2-3 ക്യാനിൽ മണ്ണെണ്ണ പെട്രോൾ അങ്ങനെയൊക്കെ ഒഴിച്ച് വെച്ചേക്കാണ്. എന്നിട്ട് അവർ അകത്തേക്ക് പോകുവാട്ടോ. അത് അശ്വിനും ആ സമയത്ത് തന്നെ അശ്വിനും അതുപോലെ തന്നെ സച്ചി നാളെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയുടെ മാസ് എൻട്രി നാളെയാണ്. അങ്ങനെ സച്ചിയും അശ്വിനെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ശ്രുതി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ക്യാൻവാസിൽ നിന്നൊക്കെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ ക്യാനിൽ നിറച്ചും പച്ച വെള്ളം ഉണ്ടല്ലോ, ആ പച്ച വെള്ളം നിറച്ചു വെക്കുവാണ്.
ഈ ഗുണ്ടകളെല്ലാവരും കൂടി, അതായത് കറക്റ്റ് സമയത്ത് തന്നെ ശ്രുതി എല്ലാത്തിലും നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഗുണ്ട എന്താ ചെയ്യുക വെച്ചാൽ മറ്റു ഗുണ്ടകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ക്യാനെല്ലാം എടുത്തുകൊണ്ട് പോകുകയാണ്. എന്നിട്ട് ആ ക്യാനിലുള്ള ആ ഒരു പച്ചവെള്ളം, അതായത് മണ്ണെണ്ണയെങ്കിലും ക്യാനിൽ പച്ചവെള്ളം കേട്ടോ, അത് കുറേ അശ്വിൻ്റെ മേത്തേക്ക് ഒഴിക്കുന്നുണ്ട്, പിന്നെ അവിടേക്ക് ഒഴിച്ചിടുന്നുണ്ട്. എന്നിട്ട് കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി ഉരച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അശ്വിൻ്റെ ദേഹത്തേക്ക് ഇടുമ്പോൾ തീപ്പെട്ടി കത്തുന്നില്ല. ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കുമ്പോഴാണ് അത് വെറുതെ വെള്ളം. ഇതിലാരാ വെള്ളം നിറച്ചത്? അയ്യോ ബോസ്, ഞങ്ങൾക്കറിയില്ല ബോസ്, ഞങ്ങൾ മണ്ണെണ്ണ തന്നെയാണ് നിറച്ച് വെച്ചത് ബോസ്, ഇതിലാരോ കടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല, പോയി തിരയടാ എന്ന് പറയുമ്പോൾ അശ്വിനെ ചിരി വരിക കേട്ടോ. അതെ, അപ്പോൾ ശ്രുതികുമാരി ലക്ഷ്മി, നീ ഇവിടെ വന്നു അല്ലേ? നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്ത് നിൽക്കുന്നത് സേഫ് അല്ല, ഞാൻ പുറത്തിറങ്ങിയേ പറ്റൂ എന്ന് അശ്വിനും വിചാരിക്കുകയാണ്. പക്ഷേ ഗുണ്ടകളെല്ലാം കൂടെ അശ്വിനെ വലിഞ്ഞു മുറുകി പിടിച്ചിരിക്കുക കേട്ടോ. സച്ചി വരുന്നുണ്ട്, ഗുണ്ടകളെയൊക്കെ നന്നായിട്ട് അടിച്ച് തെറിപ്പിക്കുകയാണ്. ശേഷം സച്ചി വേഗം പോയിട്ട് അശ്വിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൈ പിടിക്കുകയാണ്. അപ്പോൾ ഇരുട്ടാണ് കേട്ടോ അവിടെ. അശ്വിനും കൈ കൊടുക്കുന്നുണ്ട്, പക്ഷേ അശ്വിന് അറിയില്ല ഇത് ആരുടെ കൈയാണ് പിടിച്ചിരിക്കണമെന്ന്. സച്ചി വേഗം അശ്വിനെ വലിച്ച് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലാണ് അശ്വിൻ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോഴാണ് വെട്ടം കൊണ്ട് അശ്വിൻ സച്ചിയുടെ മുഖം കാണുന്നത്. അശ്വിനെ ഭയങ്കര സന്തോഷമാണ്, കാരണം സച്ചി എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ ആളാണല്ലോ, അപ്പോൾ തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതെന്ന് അശ്വിനെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ സച്ചിയും അശ്വിനും കൂടി കൈ അങ്ങോട്ട് കോർത്ത് പിടിച്ച് ഗുണ്ടകളെ ശരിക്കും അങ്ങോട്ട് ചതച്ചൊതുക്കുക കേട്ടോ. സച്ചി പറയുന്നുണ്ട്, സാറിന് ഇവിടെ ഒരുപാട് കൈ വെച്ചതല്ലേ, ഒരുപാട് അടിച്ചതല്ലേ, അപ്പോൾ ഇതിന് പകരം വിട്ടുന്നത് സാറ് തന്നെയാണ്, അടിച്ചു സാറേ, അടിച്ച് പൊട്ടിക്കെന്ന് പറയാണ്. അങ്ങനെ സച്ചിയും അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അശ്വിനും ഒരുപാട് പേര് അടിച്ച് മതിലിനോടൊക്കെ ചേർത്ത് പിടിച്ച് കഴുത്തൊക്കെ പിടിച്ച് നേരിക്കി ശരിക്കും പപ്പട പരുവാക്കുന്നുണ്ട്. അപ്പം നാളെയാണ് ആ ഒരു ത്രില്ലിങ് എപ്പിസോഡ് നടക്കുന്നത് കേട്ടോ. പക്ഷേ ഹിന്ദിയിലെ പോലെ കൊക്കയിൽ വീഴുന്ന ഭാഗമൊന്നും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നാളത്തെ വീക്കെൻഡ് പ്രൊമോ വന്നാൽ മാത്രമേ ആ കൊക്കയിൽ വീഴുന്നതും അതുപോലെ തന്നെ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും തിങ്കളാഴ്ച, അതായത് അടുത്ത ആഴ്ച നമ്മുടെ അഞ്ജലി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഭാഗമാണ്. ഈ അഞ്ജലി വീട്ടിൽ വരുമ്പോഴേക്കും ആകെ വെപ്രാളം കാണിക്കുമ്പോഴേക്കും പ്രീതി വരുന്നുണ്ട് കേട്ടോ. പ്രീതി ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്ത് പറ്റി ചേച്ചി ചോദിക്കുമ്പോൾ, അതോ ഈ ആൻറ്റി എന്നോട് പറയുകയാണേ ശ്രുതിയും ശ്യാമേട്ടനും തമ്മിലേ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ എന്തോ ഉണ്ടോ എന്ന് പ്രീതിയുടെ ചോദിക്കുമ്പോൾ പ്രീതിയുടെ വിചാരം ഈ ശ്യാമ് ശ്രുതിനെ ഇങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ ചെയ്തല്ലോ, ആ കാര്യം അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ചോദിക്കണമെന്നാണ് പ്രീതിയുടെ വിചാരം. അപ്പോൾ പ്രീതി ഇങ്ങനെ തല കുലുക്കും ഇങ്ങനെ അതെ എന്ന രീതിയിൽ. അപ്പോൾ അഞ്ജലി തെറ്റിദ്ധരിക്കണത് അപ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, അത് പ്രീതിക്കും അറിയാമെന്നാണ്. അപ്പോൾ അഞ്ജലി അത് നന്നായിട്ട് വിശ്വസിക്കും കേട്ടോ. അപ്പോൾ തന്നെ അഞ്ജലി ഇവിടെ കുഴഞ്ഞു വീഴുന്ന പോലെ വീഴുവാണ്. അപ്പോൾ ഇതും അതിൻ്റെ ഇടയ്ക്ക് കാണുന്നത് അശ്വിൻ്റെയും ആ ഒരു സച്ചിയുടെ ഫൈറ്റിനിടയ്ക്ക് ഈ ഒരു ഭാഗം കൂടി നാളത്തെ എപ്പിസോഡിൽ കാണിക്കും. അപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ ഒരു സ്റ്റണ്ടിൻ്റെ ക്ലൈമാക്സ് ഭാഗം. അത് കഴിയുമ്പോഴേക്കും നൈസ് നല്ല അടിപൊളി എപ്പിസോഡ്സ് ഒക്കെ ആയിട്ട് വരാൻ പോണം. കഥ തുടങ്ങാൻ പോണത് ഇനിയുള്ള ഭാഗങ്ങളിലാണ്. പിന്നെ മനോരമയ്ക്ക് ഇപ്പോഴും സംശയം തന്നെയാണ് കേട്ടോ ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. മനോരമയ്ക്ക് നല്ല ദേഷ്യമാണ് ശ്രുതി എടുത്തത്, അത് കുറേ നാൾ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നീടാണ് അത് മാറുന്നത്. പിന്നെ പ്രീതിയും ആകാശും തമ്മിൽ വഴക്കൊക്കെ ആകും. അതായത് പ്രീതി സത്യങ്ങളൊന്നും നേരത്തെ ആകാശിനോട് പറഞ്ഞില്ലല്ലോ, ആ ഒരു ദേഷ്യം ആകാശിനുണ്ട് കേട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങൾ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.